എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരമ്പരാഗതമായിട്ടുള്ള ഒരു ചെമ്മീൻ ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്. ചെമ്മീൻ ആദ്യം തന്നെ ട്രഡീഷണലായ രീതിയിൽ നല്ലപോലെ ഹൈജീനിക്കായിട്ട് ഫ്രൈ ചെയ്ത് റെഡിയാക്കണം. കല്ലിൽ വെച്ചുള്ള ചമ്മന്തിയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും എരിവും എല്ലാം കൂടി ചെല്ലുമ്പോൾ ഈ ചമ്മന്തി കൂട്ടിയാൽ എത്ര ചോറുണ്ണാനും നമുക്ക് ഇഷ്ടമാണ്. ആദ്യം തന്നെ നല്ല ക്വാളിറ്റിയുള്ള ചെമ്മീൻ നമ്മൾ സെലക്ട് ചെയ്തെടുക്കാം. ഏത് സാധനത്തിനാണെങ്കിലും നമ്മുടെ ക്വാളിറ്റി അനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഇത് നല്ല ഫ്രഷായിട്ട് സീസണിൽ ഉണങ്ങി വരുന്ന നല്ല ഫ്രഷായ ചെമ്മീനാണ്. ചെമ്മീൻ ക്ലീനാക്കി ആദ്യം തന്നെ എടുത്ത് മാറ്റണം. വാലും തലയും നുള്ളി മാറ്റണം. ഈ ചെമ്മീനിൽ നല്ലൊരു മുള്ളൊക്കെ ഉണ്ട്. അത് നമ്മൾ കയ്യിൽ കൊണ്ടാൽ നമുക്ക് മുറിവുണ്ടാവും. അപ്പോൾ ഒരു കയ്യുറ ഇട്ടിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ചെമ്മീൻ നമ്മൾ ഹൈജീനിക്കായ രീതിയിൽ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. പെട്ടെന്ന് കഴുകി നമ്മൾ മാറ്റണം. റണ്ണിങ് വാട്ടറിൽ അതിൻ്റെ അകത്ത് പൊടിയും അഴുക്കും പല ഈച്ചകളും ഒക്കെ വന്നിരിക്കുന്നതാണ് മാർക്കറ്റിൽ. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊന്ന് നന്നായിട്ട് അടിയിൽ നിന്ന് കൊട്ടിക്കളഞ്ഞ് വേണം എടുക്കാൻ. അല്ലെങ്കിൽ തിളച്ച എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേനും എണ്ണയിൽ നിന്ന് വെള്ളം പൊട്ടിത്തെറിച്ച് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സീനായി മാറും. അപ്പോൾ എണ്ണ ശരിക്കും ചൂടായി വരുമ്പോഴത്തേനും ഇതിനെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ വെള്ളം കൊട്ടി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് 700 ഗ്രാം എണ്ണയുണ്ട്. എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം, എന്നെങ്കിലേ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഈ സമയത്ത് തീ ഒന്ന് താഴ്ത്തി വയ്ക്കണം. ലോ ഫ്ലെയിമിൽ വയ്ക്കുന്നതായിരിക്കും ആദ്യത്തെ സ്റ്റേജിൽ നല്ലത്. അല്ലെങ്കിൽ എണ്ണ പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വരും. വെള്ളവും എണ്ണയും കൂടെ പൊടിപൊടാ കിടന്ന് പൊട്ടും. അപ്പോൾ ഇത് ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞു. വെള്ളമെല്ലാം വറ്റി ക്ലീനായി. ഇനി നമുക്ക് ഇത് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇളക്കി ഇട്ട് കൊടുക്കണം. നല്ല ക്രഞ്ചി സൗണ്ട് വരുന്നോടം വരെ ഇത് ഫ്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ചെമ്മീൻ ഞാൻ വറുത്ത് കോരിയെടുത്തു. എനിക്കിതിലിനി ചെമ്മീൻ ഫ്രൈ ചെയ്ത് ഉള്ള ഐറ്റം കൂടി ഉണ്ടാക്കാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ചമ്മന്തിക്കുള്ളത് മാത്രം ആദ്യം വറുത്ത് കോരി മാറ്റിയതാണ്. ഇത് 200 ഗ്രാം ചെമ്മീനുണ്ട്. നുള്ളി എടുത്തതിന് ശേഷം ഇതിനാവശ്യമായ തേങ്ങ, അരമുറി തേങ്ങ, അരമുറി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അരമുറി തേങ്ങ ചിരകിയെടുക്കണം. ഈ തേങ്ങയും മുളകും കറിവേപ്പിലയും കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ചെമ്മീൻ കേടായി പോകും. ഈ 200 ഗ്രാം ചെമ്മീത്തിന് ആവശ്യമായ എരിവിനുള്ള മുളക് ചേർത്താൽ മതി. ഇതിലിത്ര മുളക് എന്നൊന്നുമില്ല, എരിവിനനുസരിച്ച്. ഇനി എരിവ് കുറവാണെന്ന് തോന്നിയാൽ അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിവേപ്പില, ഇനഫ് കറിവേപ്പില ഇടാം. കറിവേപ്പില, തേങ്ങ, മുളക് നന്നായിട്ട് ഫ്രൈ ആയി വന്ന് തണുത്തിട്ടുകൊണ്ട് ഇനി കല്ലിൽ വെച്ച് ചെമ്മീനും കൂടി ചേർത്ത് ഒതുക്കി മാറ്റിയാൽ മതി. വളരെ സൂപ്പർ ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഫീഡ്ബാക്ക് അറിയിക്കുക.